ഹലോ നമസ്കാരം. നമുക്ക് സദ്യ സ്പെഷ്യൽ ഓലൻ റെസിപ്പി നോക്കിയാലോ? ഞാൻ എപ്പോഴും ഓലൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ മാത്രമാണ് ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇതിൽ എന്താ പറയുക, ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചെയ്യുന്നുണ്ടാവുക, ഓരോ വീടുകളിലും വ്യത്യസ്തമായ രീതികളിൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്നാലും എനിക്ക് ഒരു ടിപ്പിക്കൽ ഓലൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റൈലാണ്. നമ്മൾ പറയും ഓലൻ കഴിച്ചാൽ മറ്റുള്ള കറികളുടെ രുചിയൊക്കെ നാക്ക് നോടി ഒളിക്കുന്നു. അത്ര രുചിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അതായത് നമ്മുടെ വൈറ്റ് പംകിൻ, കുമ്പളങ്ങ, അതുപോലെ തന്നെ പച്ചക്കായ വേണം, നാടൻ പച്ചക്കായാണ് കേട്ടോ. പിന്നെ കുറച്ച് പയറും, അതായത് നമ്മൾ കോട്ടാപ്പയറെന്ന് പറയും, പച്ചപ്പയറെന്ന് പറയും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ എടുക്കണം കേട്ടോ. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് കഴുകിയെടുത്തോളൂ. അതുപോലെ തന്നെ പച്ചക്കായ ആണെങ്കിലും അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കളറൊന്ന് മാറിപ്പോവും. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ റെഡിയാക്കി വെക്കേണ്ടതാണ് തേങ്ങാപ്പാൽ കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസേ വേണ്ടുമെങ്കിലും ഇത് ചില്ലറക്കാരനല്ല കേട്ടോ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഞാൻ എല്ലാം കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് എൻ്റെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പയർ കട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം വെള്ളത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നല്ല കുറുകി കിട്ടും. എന്ത് കറിയും കുറച്ചുകൂടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരും. അപ്പം ഞാനെല്ലാം മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. 2 പച്ചമുളകും ചേർത്ത് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ, ഈ കഷ്ണങ്ങളൊക്കെ തന്നെയും. പിന്നെ എല്ലാം വെന്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഒരു തിള വന്ന് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും ചേർത്തൊന്ന് ഉപയോഗിച്ച് നോക്കിയേ. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയേ, ഇതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലൊരു നമ്മുടെ ഓലൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ടെന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.